സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷ പരിഷ്കരിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി ഡ്രൈവിംഗ് സ്കൂളുകൾ രംഗത്ത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയുള്ള ഗതാഗത വകുപ്പിന്റെ നീക്കത്തിനെതിരെയാണ് സമരം ശക്തമാക്കാൻ ഒരുങ്ങുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയുള്ള അശാസ്ത്രീയമായ പരിഷ്കരണമാണ് നടപ്പാക്കാൻ ഒരുങ്ങുന്നതെന്ന് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻഡസ്ട്രീസ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ കുറ്റപ്പെടുത്തി. ചെറുകിട ഡ്രൈവിംഗ് സ്കൂളുകളെ ഒഴിവാക്കി വൻകിടക്കാരെ സഹായിക്കാനുള്ള നീക്കം ആസൂത്രിതമാണെന്നും അസോസിയേഷൻ കുറ്റപ്പെടുത്തി. ഇപ്പം വന്നിരിക്കുന്ന പരിഷ്കാരങ്ങൾ ഒരു ഡ്രൈവിംഗ് പരിശീലകർക്ക് അപേക്ഷകർക്ക് ഒരു കാരണവശാലും പാസ്സാവുന്ന രീതിയിലുള്ള ട്രാക്കല്ല ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂളുകാരെ വിഷമത്തിലാക്കുന്ന, അതായത് അവരുടെ ഈ ഉപജീവന മാർഗം തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരിഷ്കാരങ്ങളാണ് മന്ത്രി ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും ഞങ്ങൾ എതിർക്കുകയാണ്. അതിലെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ അത് ഗണ്ണിക്കുകയാണ്. പുതിയ സർക്കുലറിൽ പറയുന്നത് കൃത്യമായ പഠനം നടത്താതെയുള്ള കാര്യങ്ങളാണ്. ആവശ്യമായ സ്ഥല സൗകര്യങ്ങൾ പോലും ഒരുക്കാതെയാണ് സർക്കാരിന്റെ നീക്കം. സംസ്ഥാനത്തെ 6000-ലധികം വരുന്ന ചെറുകിട ഡ്രൈവിംഗ് സ്കൂളുകളെ തകർക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് തീരുമാനത്തിനു പിന്നിൽ. സ്ഥാപനങ്ങളെയും 3 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളെയും വഴിയാധാരമാക്കുന്ന തീരുമാനം മാറ്റണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സർക്കാർ നിലപാട് മാറ്റിയില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ഉപരോധമടക്കമുള്ള സമരമാർഗങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും നേതൃത്വം വ്യക്തമാക്കി. ജനം, കോഴിക്കോട്.